ചാർമിനാറിൻ്റെ തൊട്ട് സൈഡ് തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു ദേവിയുടെ അമ്പലമാണ് ഇത്. കണ്ടോ ഒരു വണ്ടിനെ ഓട്ടിക്കുന്ന കണ്ടില്ലേ. ഇപ്പോൾ എൻ്റെ സീരീസ് പറയുന്നത് കേരളം തൊട്ട് കാശ്മീർ വരെ ഫ്രീ ലിഫ്റ്റ് ചോദിച്ച് പോലാണ് ഇപ്പോൾ ഈ സീരീസ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഹൈദരാബാദിലാണ്. 5ാമത്തെ എപ്പിസോഡാണ്. ഈ 5ാമത്തെ എപ്പിസോഡിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചാർമിനാറാണ്. ഹൈദരാബാദ് വന്നിട്ട് ചാർമിനാർ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഈ ചാർമിനാർ പറയുന്നത് ഹൈദരാബാദ് തെലുങ്കാനയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഹൈദരാബാദിൻ്റെ ഒരു വലിയൊരു മോണുമെൻ്റ് തന്നെ ചാർമിനാറിനെ പറയാൻ പറ്റും. ഈ ചാർമിനാർ നിർമ്മിക്കാൻ കാരണം പറയുന്നത് ഇവിടെ പ്ലേഗ് പറഞ്ഞ അസുഖം ഹൈദരാബാദിൽ മൊത്തം പകർന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലേഗിനെ ഇല്ലായ്മ ചെയ്ത കാരണമാണ് ഇവിടെ ഈ ചാർമിനാർ നിർമ്മിക്കാൻ കാരണം. ഈ ചാർമിനാർ ശരിക്കും നമ്മളെ പോളിയോ ഒക്കെ ഇല്ലായ്മ ചെയ്തില്ല, അതേപോലെ ഈ ഹൈദരാബാദിൽ പ്ലേഗിനെ ഇല്ലായ്മ ചെയ്ത കാരണമാണ് ഇവിടെ ഈ ചാർമിനാർ നിർമ്മിക്കാൻ കാരണം. ചാർമിനാർ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും തോന്നുക ഒരു പഴയ മോണുമെൻ്റൊക്കെ കാണാൻ മുമ്പ് നമുക്കൊരു ഫീലില്ലേ, ആ ഫീലല്ലേ കിട്ടുക. ഈ ചാർമിനാറിൻ്റെ ചുറ്റും കുറേ മാർക്കറ്റുകളുണ്ട്, വാച്ച്, ബാഗ്, എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ സാധനങ്ങൾ, ആ സാധനങ്ങൾ മൊത്തം ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു മാർക്കറ്റിൽ കയറിയ ഫീലാണ് ഈ ചാർമിനാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ ഇവിടെ ബാഗൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്, ബാഗ്, പിന്നെ ഇതവിടെ പൂവ്. ശരിക്കും ഒരു മാർക്കറ്റിൽ കയറിയ ഫീലാണ്. എല്ലാവരും ഇവിടെ വരുന്നത് പറയുന്ന ഒരു മാർക്കറ്റിൽ കയറിയ ഫീലാണ്. ഇതാണ് ചാർമിനാർ. ചാർമിനാറിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ്. ഒരു ബൊമ്മ, അതും പോരാണ്ട് ഒരു ഫ്ലവറിൻ്റെ ഇത് ഫുൾ ചാർമിനാറിൻ്റെ അടുത്താണ് കേട്ടോ. ശരിക്കും നമുക്ക് മാർക്കറ്റിൽ കയറിയ പോലെ ഫീലാണ് ചെയ്യുക. പാനിപൂരി, പിന്നെ ഇത് ബലൂൺ വെക്കണത്, ഇത്രയും തിരക്ക് കണ്ടില്ല. ഇത് ശരിക്കും ചാർമിനാർ കാണാൻ ആരും പകുതി മുക്കാൽ പേരും കാണില്ല. ഇവിടെ വന്നിട്ട് ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് വരുന്നത്. പിന്നെ അത്തറിൻ്റെ ചെറിയ ചെറിയ ബോട്ടലിൻ്റെ ഇത്, എല്ലാവരും കച്ചവടം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഈ ചാർമിനാർ വരുന്നത്. അല്ലാണ്ട് ചാർമിനാർ കാണാൻ വേണ്ടിയിട്ട് ആരും വരുന്നത് ഞാനിവിടെ കണ്ടില്ല കേട്ടോ. ഫുൾ നമുക്ക് ഇവിടെ വന്നാൽ തോന്നുകയില്ല നമ്മളൊരു പഴയ മോണുമെൻ്റ് കാണാൻ വന്നാണ്, ഒരു മോണുമെൻ്റ് കാണാൻ വന്നാൽ നമുക്ക് തോന്നുകയില്ല. ചാർമിനാറിന് എന്തിനാണ് ഈ ചാർമിനാറിന് പേര് വരാൻ കാരണം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ കാണില്ലേ ഇവിടെ ഈ ഒരു പില്ലറ്, ഇതേപോലത്തെ അവിടെ ഒരു പില്ലറ്, അതേപോലെ തന്നെ അവിടെ ഒരു പില്ലറ്, ഇതേപോലെ 4 പില്ലറാണ് ഈ ചാർമിനാറിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ ചാർ പറയുന്നത് ഹിന്ദിയിൽ 4ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ചാർമിനാറിന് പേര് വന്നത്. ചാർമിനാറിൻ്റെ ചുറ്റിലും ഇസ്ലാമിക് രീതിയിൽ കെട്ടിയ കുറേ ബിൽഡിങ്സും കാണാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊന്ന്, അത്, പിന്നെ അവിടെ ഫുൾ ചുറ്റും ഇസ്ലാമിക് രീതിയിൽ കെട്ടിയ ബിൽഡിങ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാർമിനാർ കെട്ടിയ സമയം പറയുന്നത് 1591 AD ഈ ചാർമിനാർ കെട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ചാർമിനാറിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ടിക്കറ്റ് ഒരു 25 റുപ്പീസാണ് പറയുന്നത്. ഇപ്പോൾ നല്ല തിരക്കാണ് ഈ സമയത്ത്. ഇവിടെ കൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഉള്ളിൽ പോയി ചാർമിനാർ കാണാൻ പറ്റും. ഇതാണ് ഉള്ളിൽ ചാർമിനാർ ഉള്ളിൽ കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് കാണുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കെട്ടിയിരുന്നത്. ഇതാണ് നടുവിലുള്ള ചാർമിനാറിൻ്റെ നടുവിലുള്ള ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ്റെ ചുറ്റും വെള്ളം കെട്ടിവെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നുമില്ല, വെറും വെള്ളവും പിന്നെ ശരിക്കും ഒരു മോർണമെൻ്റ് പോലെ. ചാർമിനാർ കെട്ടിയിരിക്കുന്നത് ഇസ്ലാമിക് ആർക്കിടെക്ചറും പേർഷ്യൻ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഈ ചാർമിനാർ കെട്ടിയിരിക്കുന്നത്. ആ രീതി നമുക്ക് ഇപ്പോൾ ഈ ചാർമിനാറിൻ്റെ സ്ട്രക്ചറിൽ കാണാൻ പറ്റും. ചാർമിനാറിൻ്റെ ഉള്ളിലുള്ള കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടുവിലൊരു വള്ളത്തിൽ താമര വെച്ച പോലെയുണ്ട്. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു പള്ളിയും, പിന്നെ നിങ്ങൾക്ക് മേലെ പോവാം കേട്ടോ. മേലെ പോകാൻ ഒരു 25 റുപ്പീസ് എന്തോ ടിക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് മേലെ പോവാം. ചാർമിനാർ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പറയുന്നത് ലൈം സ്റ്റോണും നമ്മളെ ചുണ്ണാമ്പ് കല്ലും പിന്നെ മാർബിളും ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടാണ് ഈ ചാർമിനാർ കെട്ടിയിരിക്കുന്നത്.
ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പള്ളിയും അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു അമ്പലം കൂടിയുണ്ട്. ചാർമിനാറിൻ്റെ തൊട്ട് സൈഡ് തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു ദേവിയുടെ അമ്പലമാണ് ഇത്. ദേവിയുടെ അമ്പലമാണ് ചാർമിനാറിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഉള്ളത്. അമ്പലത്തിൻ്റെ പേര് പറയുന്നത് ശ്രീ ഭാഗ്യലക്ഷ്മി എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ചാർമിനാറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു അമ്പലവും ഉണ്ട്, അതുപോലെ ഒരു ചെറിയൊരു പള്ളിയും കൂടി ഉണ്ട്. ഇത്രയും തിരക്കുള്ള സ്ട്രീറ്റിൽ കൂടെ ഒരു ബിരിയാണി ചെമ്പ് കൊണ്ടുപോകണം നിങ്ങൾ കാണുന്നത്. ഈ ചാർമിനാർ കാണാൻ പറ്റിയ സമയം പറയുന്നത് രാവിലെ ഒരു നല്ല പുലർച്ചെ സമയത്താണ് ശരിക്കും ഈ ചാർമിനാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ചാർമിനാർ കാണാൻ വന്നു, ഇപ്പോൾ എന്നെ പോലെ കാണാൻ വന്നു പറഞ്ഞാൽ ഫുൾ ഇവിടെ ഇത്രയും തിരക്കുണ്ടാവും. നമുക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്, മൊത്തം തിരക്ക് കണ്ടില്ലേ, ഇത്രയും തിരക്കുണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ചാർമിനാർ വരുമ്പോൾ ഇങ്ങനെ ഒരു രാവിലെ പുലർച്ചെ നേരത്തെ വരാൻ നോക്കുക, അപ്പോൾ ഈ തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ വണ്ടി വരുന്നില്ലേ, ഈ വണ്ടി നിങ്ങൾ വിചാരിക്കും ആംബുലൻസ് ആയിരിക്കും, പക്ഷേ ഇത് ആംബുലൻസ് അല്ല കേട്ടോ. ഈ റോഡ് സൈഡിലുള്ള എല്ലാ കളകളെയും തട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ചാർമിനാറിൽ ഗവൺമെൻറ് വെച്ച സാധനങ്ങൾ കണ്ടോ, ഫുള്ള് കടയൊക്കെ മാറ്റാൻ പറയുന്നത്. ഈ വണ്ടി വരുമ്പോൾ എല്ലാവരും ഇത്രയും നേരം ഈ സ്ട്രീറ്റിൽ ഫുള്ള് റോഡിലെ സൈഡ് ഫുള്ള് കടകളായിരുന്നു. അപ്പോൾ ഈ വണ്ടി വന്നു, അവർ ഓണാക്കി എല്ലാവരും കടയെടുത്ത് മാറ്റി അവർ മേലെയാക്കി വിട്ടു, പ്ലാറ്റ്ഫോമിൻ്റെ മേലെയാക്കി വിട്ടു. ഇതാണ് ഇപ്പോൾ ഈ വണ്ടർ പണി പറയുന്നത്. കണ്ടോ വണ്ടി, ഒരു വണ്ടിനെ ഓട്ടിക്കണ കണ്ടില്ലേ. അവരൊക്കെ പേടിച്ചിട്ട് വണ്ടി മാറ്റിയിട്ടാ. ഈ സ്ട്രീറ്റ് ഇവിടെ ഉണ്ടായിരുന്ന വണ്ടികളാണ് ഒക്കെ ഫുള്ള് അങ്ങടാക്കി കിട്ടും. വണ്ടി പോയി പിന്നെ അവർ റിട്ടേൺ എല്ലാ വണ്ടിയും കൊണ്ടുവന്നു, പിന്നെയും റോഡിൽ തന്നെ പിന്നെയും രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടാണ്. ആ വണ്ടി വന്നതേ ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പോണത് പറയുന്നത് ഇവിടെ അതിൻ്റെ അടുത്തുള്ള തന്നെ ഒരു മസ്ജിദിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. ഇതൊരു വലിയൊരു മസ്ജിദാണ് ഇതിൻ്റെ അടുത്തുള്ളത്. ഞാനിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന പറയുന്നത് മക്ക മസ്ജിദാണ്. ഈ മക്ക മസ്ജിദ് പറയുന്നത് ചാർമിനാറിൻ്റെ തൊട്ട് അടുത്ത് ഉള്ള മസ്ജിദാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിൽ പോയി ഇരിക്കാം, റെസ്റ്റൊക്കെ. മസ്ജിദിക്ക് ഉള്ളിലേക്ക് പോകണം മുമ്പേ നമ്മൾക്ക് ഇവിടെ ചെരുപ്പൂരി വെക്കണം. ചെരുപ്പൂരി വെച്ചിട്ട് വേണം ഇവിടെ മസ്ജിദിൻ്റെ ഉള്ളിൽ പോകാൻ. മസ്ജിദിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ നിറയെ ഒരു പുഴ, അതിൻ്റെ ഉള്ളിൽ ബ്ലൂ കളറിൽ വെള്ളം, അവിടെ കുറേ പേര് കാലിട്ടും പ്രാവിനെ തീറ്റിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് മസ്ജിദിൻ്റെ ഉള്ളിൽ പറയുന്നത്. വലിയൊരു മോസ്കാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നമുക്കിവിടെ വാങ്ങിച്ചാൽ വന്നിരിക്കുക, റെസ്റ്റ് എടുക്കാം. ഈ മോസ്കിൻ്റെ ഉമ്മറത്തുനിന്ന് ചാർമിനാർ കാണാൻ നല്ല ചന്തമാണ് കേട്ടോ.